ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പ്രകൃതിയുടെ മനോഹാരിത ആവോളം കനിഞ്ഞു നൽകപ്പെട്ട മലബാറിന്റെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് തുഷാരഗിരി. ആഗോള അഡ്വഞ്ചർ ടൂറിസം രംഗത്ത് തുഷാരഗിരിയിലൂടെ നമ്മുടെ രാജ്യം പുതിയൊരു ചക്രവാളം സൃഷ്ടിക്കുകയാണ്. പ്രോത്സാഹനങ്ങൾ നടന്നുകൊണ്ട് പ്രധാന വാർത്തകൾ. ആവേശത്തുഴയെറിഞ്ഞ് 21ാമത് മലബാർ ഇന്റർനാഷണൽ റിവർ ഫെസ്റ്റിവലിന് ഉജ്ജ്വല തുടക്കം. തുഷാരഗിരി ആസ്ഥാനമായി കയാക്കിംഗ് സെന്റർ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. +2 അനുവദിക്കാൻ കോഴ ആവശ്യപ്പെട്ടെന്ന MESന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കെ മുരളീധരൻ MLA. ബലിതീരങ്ങളിൽ ആത്മശാന്തിയുടെ നിമന്ത്രണം. കർക്കിടവാവ് ബലിതർപ്പണത്തിന് ആയിരങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. ടൂറിസം വകുപ്പിന്റെ കീഴിൽ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി തുഷാരഗിരി കേന്ദ്രമാക്കി കയാക്കിംഗ് സെന്റർ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തുഷാരഗിരിയിൽ ആരംഭിച്ച 2ാമത് മലബാർ ഇന്റർനാഷണൽ റിവർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കയാക്കിംഗ് മത്സരവേദികളുടെ പട്ടികയിൽ ഇടം പിടിച്ച കോഴിക്കോട് തുഷാരഗിരി മീൻതുള്ളിപ്പുഴയിൽ ആവേശത്തുഴയെറിഞ്ഞ് പുഴയുത്സവത്തിന് തുടക്കമായി. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും DTPC കോഴിക്കോടും കേരള കയാക്കിംഗ് അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ 2ാമത് മലബാർ ഇന്റർനാഷണൽ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിനും വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗിനുമാണ് തുഷാരഗിരിയിൽ തുടക്കമായത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി സാഹസിക താരങ്ങളാണ് കയാക്കിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. സ്ലാലോം റേസ്, ബോട്ടർ ക്രോസ്, സ്പ്രിന്റ് തുടങ്ങിയ ഇനങ്ങളിൽ ശനിയാഴ്ച മത്സരങ്ങൾ നടന്നു. ചാമ്പ്യൻഷിപ്പിന്റെയും മലബാർ ഇന്റർനാഷണൽ റിവർ ഫെസ്റ്റിവലിന്റെയും ഉദ്ഘാടനം വർണ്ണാഭമായ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. സാഹസിക വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി ടൂറിസം വകുപ്പിന്റെ കീഴിൽ തുഷാരഗിരി ആസ്ഥാനമായി കയാക്കിംഗ് സെന്റർ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കയാക്കിംഗിൽ ഏറെ മുന്നിലാണ് കേരളത്തിന്റെ സ്ഥാനം. ദേശീയ ഗെയിംസിൽ കേരളം മെഡൽ പ്രതീക്ഷകൾ നൽകുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ന് തുഷാരഗിരിയിൽ ടൂറിസം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുക. ആ പശ്ചാത്തലത്തിൽ ഇവിടെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി ഒരു കയാക്കിംഗ് സെന്റർ ഇവിടെ ആരംഭിക്കുന്നതാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അത് ടൂറിസം വകുപ്പിന്റെ കീഴിലാണ്. ടൂറിസം മന്ത്രി AP അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. MI ഷാനവാസ് MP, ടൂറിസം ഡയറക്ടർ ഷെയ്ഖ് പരീദ്, MLAമാരായ VM ഉമർ മാസ്റ്റർ, പുരുഷൻ കടലുണ്ടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട് റസാഖ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി നിർവേലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK വിജയൻ, മുൻമന്ത്രി P സിറിയക് ജോൺ, KJ ജോസഫ്, അഡ്വക്കേറ്റ് PM നിയാസ്, ജോർജ് M തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പിതൃമോക്ഷ പുണ്യം തേടി കർക്കിടകവാവിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. വെള്ളിയാഴ്ച വൈകിട്ടോടെ ആരംഭിച്ച ബലിതർപ്പണത്തിന് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ നിരവധി പേർ എത്തി. വരക്കൽ, ഗോദീശ്വരം, കടലുണ്ടി, മണക്കടവ് എന്നിവിടങ്ങളിലെ തീർത്ഥസ്ഥാനങ്ങളിൽ കനത്ത മഴയത്തും നിരവധി പേർ ബലിതർപ്പണത്തിനെത്തി. സ്നാനഘട്ടങ്ങളുടെ കൽപ്പടവുകളിലും കടലലകളുടെ തണുപ്പിലും ഋതുക്കളുടെ ആത്മാവിന് ശാന്തി തേടി ആയിരങ്ങൾ ബലിയർപ്പിച്ചു. കാലവർഷം കനത്തു പെയ്യുന്ന കർക്കടകത്തിലെ വാവുതറയിൽ വിരലിൽ ദർഭ ചുറ്റി എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ആത്മാക്കൾക്ക് ബലിതർപ്പണം നടത്തി. ഈറനണിഞ്ഞ് ബലിതീരങ്ങളിൽ തർപ്പണം ചെയ്ത് മുങ്ങി നിവരുമ്പോൾ മൺമറഞ്ഞ പൂർവികർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ആത്മശാന്തി അരുളണമേ എന്നാണ് ഓരോ ഹൃദയവും കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത്.
വെള്ളിയാഴ്ച വൈകിട്ടോടെ ആരംഭിച്ച ബലിതർപ്പണത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. വരയ്ക്കൽ കടപ്പുറത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര യോഗത്തിന്റെ ആഭിമുഖ്യത്തിലും വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലും പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആരംഭിച്ച ബലിതർപ്പണം ശനിയാഴ്ച 11 മണി വരെ തുടർന്നു. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസം ബലിയിട്ടാൽ പൂർവികരുടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്നാണ് വിശ്വാസം. തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വെള്ളയിൽ കടപ്പുറത്ത് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ബലിതർപ്പണത്തെ തുടർന്ന് മേൽശാന്തി ടി ഹരീഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിലഹോമവും നടന്നു. സേവാഭാരതി സ്ഥാനീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മണക്കടവ് ചാലിയാർ തീർത്ഥതീരത്ത് കർക്കിടക വാവുബലി തർപ്പണത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. കാരന്തൂർ ഹരഹര മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി രാവിലെ 5 മണിക്ക് ആരംഭിച്ചു. പയ്യടിമേത്തിൽ ചിറക്കൽ ശിവഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ബലിതർപ്പണം നടത്തി. മാമ്പുഴ തീരത്ത് ശനിയാഴ്ച രാവിലെ 5 മുതലായിരുന്നു ബലിതർപ്പണം നടന്നത്. കടലുണ്ടി വാവുബലി തർപ്പണ സമിതിയുടെ നേതൃത്വത്തിൽ തർപ്പണത്തിന് വാക്കടവിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. 26-ന് പുലർച്ചെ 3 മണി മുതലായിരുന്നു ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിച്ചത്. ആചാര്യൻ ശ്രീനാഥ് നന്മണ്ട മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണത്തിന് ആവശ്യമായ ദ്രവ്യങ്ങൾ കൗണ്ടറിൽ ഒരുക്കിയിരുന്നു. സമിതി ചെയർമാൻ നമ്പയിൽ ദാസനും ജനറൽ കൺവീനർ വിനോദ് പിൻപുറത്തും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബേപ്പൂർ ഗോദീശ്വരം ക്ഷേത്ര സമിതിയുടെ ആഭിമുഖ്യത്തിലും ഗോദീശ്വരം ക്ഷേത്രത്തോടനുബന്ധിച്ച് വാവുബലി തർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ജില്ലാ കളക്ടർ CA ലത അടക്കമുള്ളവർ വാവുബലി തർപ്പണത്തിന് ഗോദീശ്വരം കടപ്പുറത്തെത്തി. പനോളി വാസുദേവൻ, പയ്യാനക്കൽ ശശിധരൻ എന്നിവർ ബലിതർപ്പണ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തിരുനെല്ലി, തിരുനാവായ എന്നിവിടങ്ങളിലും കർക്കിടക വാവുബലിക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. നിരവധി ഭക്തജനങ്ങളാണ് പിതൃപുണ്യം തേടി ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നത്. രാജ്യത്തിനു വേണ്ടി പോരാടി വീര്യമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കെ മുരളീധരൻ MLA പറഞ്ഞു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധവിജയാഘോഷം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധ വിജയത്തിന്റെ 25ാം വാർഷികം ആഘോഷിച്ചു. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി MLA കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബം ഇപ്പോഴും അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയിൽ ലോകരാഷ്ട്രങ്ങൾ അസൂയാലുക്കളാണെന്നും ഇന്ത്യയിൽ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഒരു ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ പുതിയ ഗവൺമെന്റിന് സാധിക്കുന്നുണ്ടെന്നും അതുതന്നെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അന്ന് അവിടെ ഉണ്ടായിരുന്ന പാർലമെന്റ് അംഗങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അവർ ജീവൻ വെടിഞ്ഞതുകൊണ്ടാണ് അവർ ശക്തമായി പ്രതിരോധിക്കുകയും അക്രമികളെ വെടിവെച്ചിടുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല, ആരോഗ്യമന്ത്രി ശിവകുമാർ, ഇന്ന് നിയമസഭയിൽ ഞങ്ങളുടെ കൂടെയുള്ള സുരേഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ള ജനപ്രതികളൊക്കെ അന്ന് സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ട 7 ജവാന്മാരുടെ ജീവത്യാഗമാണ്. മുൻ കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പോലീസ് മേധാവി AV ജോർജ് കുട്ടികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. KSESL ജില്ലാ പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ NRR വർമ്മരാജ അധ്യക്ഷനായിരുന്നു. കേണൽ ദീപക് കുമാർ, മേജർ രാജേഷ് കുമാർ, റിട്ടയർഡ് കേണൽ PI ജയദേവ്, കേണൽ രവീന്ദ്രൻ, PN ആയില്യത്ത്, P കുറുപ്പ്, VKPV പണിക്കർ, ജില്ലാ സൈനിക് ബോർഡ് സെക്രട്ടറി ജോസഫ് തോമസ്, ബാലകൃഷ്ണൻ പോരാളി, അരവിന്ദാക്ഷൻ, C അജിത് കുമാർ, CP രാഘവൻ, ബാലകൃഷ്ണൻ ചാലിൽ, മുക്കത്ത് രാമചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. മൈലാഞ്ചി മൊഞ്ചും കസവ് തട്ടവുമായി പെരുന്നാളിന്റെ ആഘോഷവേള. 1 മാസം നീളുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം മനസ്സും ശരീരവും ശുദ്ധമാക്കി വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വൈകിട്ടോടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. പെരുന്നാൾ അടുത്തതോടെ നഗരവും തിരക്കിൽ മുങ്ങുകയാണ്. വൈകുന്നേരമായാൽ തെരുവുകളിൽ തിരക്കേറും. വസ്ത്രങ്ങൾക്കും ചെരുപ്പുകൾക്കുമാണ് വിപണിയിൽ കൂടുതൽ ആവശ്യക്കാർ. മിഠായി തെരുവിലാണ് തിരക്ക് കൂടുതൽ. വൈകിട്ടോടെ തുണിക്കടകളിൽ നിന്നു തിരിയാൻ സ്ഥലമുണ്ടാകില്ല. ചുരിദാർ, സാരി, ടോപ്പുകൾ, ഉടുപ്പുകൾ എന്നിവ ചൂടപ്പം പോലെയാണ് വിൽക്കുന്നത്. റമദാൻ വിപണി ലക്ഷ്യമിട്ട് വസ്ത്രമേഖലയിൽ നിരവധി പുതിയ ട്രെൻഡുകളും എത്തിയിട്ടുണ്ട്. വസ്ത്രം കഴിഞ്ഞാൽ ചെരുപ്പുകൾക്കാണ് ആവശ്യക്കാർ. കൂടുതലും സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് ചെരുപ്പ് വിപണി. മുത്തുപിടിപ്പിച്ചതും വെൽവെറ്റുള്ളതുമടക്കം കടുത്ത നിറങ്ങളുള്ള പാദരക്ഷകളാണ് വിപണി കൈയടക്കിയത്. വില 200 രൂപ മുതൽ. റമദാൻ പ്രമാണിച്ച് മിക്ക കടകളും ഞായറാഴ്ചയും തുറക്കും. വഴിയോര കച്ചവടവും പൊടിപൊടിക്കുന്നുണ്ട്. വസ്ത്രവിൽപ്പനയാണ് കൂടുതലും. വിലക്കുറവാണ് പ്രധാന ആകർഷണം. തിരക്കേറിയതോടെ ഗതാഗതക്കുരുക്കും കൂടി.
മിഠായിത്തെരുവിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമല്ലെന്ന ആക്ഷേപവുമുണ്ട്. ഇഫ്താർ സംഗമങ്ങളും സജീവമാണ്. നോമ്പു തുറക്കാൻ കുടുംബസമേതം ഹോട്ടലുകളിൽ എത്തുന്നവരുമുണ്ട്. ഓരോ ഹോട്ടലുകളിലും വ്യത്യസ്ത നോമ്പുതുറ വിഭവങ്ങളുമുണ്ട്. ആവശ്യത്തിനനുസരിച്ച് വിവിധതരം ഇഫ്താർ പാക്കേജുകളും 200 മുതൽ 500 രൂപ വരെ വിലയുണ്ട്. കാരയ്ക്ക, തൈക്കഞ്ഞി, ജ്യൂസുകൾ, മധുരപലഹാരങ്ങൾ, പഴങ്ങൾ, സസ്യമാംസ വിഭവങ്ങൾ എന്നിവയെല്ലാം ഇഫ്താർ വിരുന്നുകളിലും എത്തുന്നുണ്ട്. വാർത്തയിൽ ഒരിടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ആൾ ഹോം നഴ്സസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഈദ് ഉൽ ഫിത്തർ സ്നേഹ സന്ദേശവും സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സുരക്ഷയ്ക്കും ചൂഷണങ്ങളും പീഡനങ്ങളും തടയുവാൻ ഹോം നഴ്സുമാരുടെ സേവനം ജനോപകാരപ്രദമാക്കുന്നതിന് ഹോം നഴ്സിംഗ് സർവീസ് പൂർണ്ണമായും സർക്കാർ ഏജൻസികളുടെ നിയന്ത്രണത്തിലാവണമെന്ന് ഓൾ കേരള ഹോം നഴ്സസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമ ഈദ് ഉൽ ഫിത്തർ സ്നേഹ സന്ദേശത്തിൽ അംഗങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുടുംബസംഗമവും ഈദ് ഉൽ ഫിത്തർ സ്നേഹ സന്ദേശ ആഘോഷ പരിപാടികളും അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ചൂഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും അതുപോലെ പീഡനങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ജനോപകാരപ്രദമായ സർവീസ് ലഭിക്കുന്നതിനുമായി ഹോം നഴ്സുമാരുടെ സേവനം സർക്കാർ ഡയറക്റ്റായി സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിഗതമായ അഭിപ്രായം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. റുക്കിയ ബീവി അധ്യക്ഷത വഹിച്ചു. KC രാമചന്ദ്രൻ, U. ശാന്തകുമാരി, TK ശ്രീലത, K. ദിവ്യ, സരോജിനി മൊഗവൂർ, ആനി ഡിക്സൺ, TV മാധവി, PK വത്സല, ജനറൽ സെക്രട്ടറിമാരായ M. ശോഭന, CK പ്രേമലത എന്നിവർ സംസാരിച്ചു. ഈദ് ഉൽ ഫിത്തർ ആഘോഷത്തിനോടനുബന്ധിച്ച് അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാമത്സര പരിപാടികളും നടന്നു. കലാമത്സര പരിപാടികൾ പങ്കെടുത്തവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനി P. വാസു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള സാംസ്കാരിക പരിഷത്ത് റംസാൻ മതസൗഹാർദ്ദ സ്നേഹസംഗമവും വസ്ത്രവിതരണവും നടത്തി. ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി K. മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സാംസ്കാരിക പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇൻഡോർ സ്റ്റേഡിയം ഹാളിലാണ് റംസാൻ മതസൗഹാർദ്ദ സംഗമവും വസ്ത്രവിതരണവും സംഘടിപ്പിച്ചത്. K. മുരളീധരൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദൈവിക ചിന്തകൾ മനസ്സിലുള്ളവർക്ക് മതസ്പർദ്ധ വളർത്തുവാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെ സ്പർദ്ധയും കലാപങ്ങളും നടക്കുമ്പോൾ ഒരു കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ദൈവികമായിട്ടുള്ള ചിന്താഗതികൾക്ക് വിരുദ്ധമാണ്. ബൈബിളാവട്ടെ, ഗീതയാകട്ടെ, ഖുറാനാകട്ടെ, ഈ 3 മതഗ്രന്ഥങ്ങളും പറയുന്നത് സ്നേഹവും സാഹോദര്യവും. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ ദൈവവിശ്വാസി ഒരു മതേതരവാദിയാണ്. കാരണം ദൈവത്തിൽ വിശ്വാസമുള്ളവർ പരസ്പരം ആക്രമിക്കാറില്ല. ഇപ്പൊ തന്നെ നോമ്പുകാലം
മുമ്പ് മനസ്സിലുള്ള മാലിന്യങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു സംഘടന. ഓരോ മതത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യങ്ങൾ. ഇപ്പോൾ ഹിന്ദു മതത്തിൽ ശബരിമല ദർശനം 1 മാസത്തെ വ്രതമെടുത്ത് മലയോട്ടു. കേരള സാംസ്കാരിക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഗന്മയൻ ചന്ദ്രപുരി അധ്യക്ഷം വഹിച്ചു. സാംസ്കാരിക പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പി അനിൽ ബാബു, അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ, ഇ കെ വിശാലാക്ഷി, പി സൈനബ, അഡ്വക്കേറ്റ് ഷെരീഫ് ഉള്ളത്ത്, കെ എഫ് ജോർജ്, എം വി കുഞ്ഞാമു, സി അനിൽകുമാർ, കെ വി ആലിക്കോയ, ജമീല ഹാരിസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തിരിതെളിഞ്ഞ കളിവിളക്കിന് മുൻപിൽ പച്ചവേഷത്തിന്റെ പൂർണ്ണതയുമായി നജികേതസ് അരങ്ങിൽ. നവരസം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചാവറ കൾച്ചറൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു കഥകളി. ഉപനിഷത്തിലെ ദാനശീലനായ ഗൗതമന്റെയും പുത്രൻ നജികേതസിന്റെയും കഥയാണ് നജികേതസ്. നവരസം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും ചാവറ കൾച്ചർ സെന്ററുമാണ് കഥോപനിഷത്തിൽ നിന്നെടുത്ത ഗൗതമ രാജാവിനെയും മകൻ നജികേതസിനെയും അരങ്ങിലെത്തിച്ചത്. ദാനശീലനായ ഗൗതമന് തന്റെ മകനെ യമരാജാവിന് ദാനം ചെയ്യേണ്ടി വരുന്നിടത്തു നിന്നാണ് കഥ ആരംഭിക്കുന്നത്. മരണാനന്തരം സ്വർഗത്തിലെത്തിയ നജികേതസിന് യമരാജാവിനെ കാണാൻ 3 ദിവസം കാത്തു നിൽക്കേണ്ടി വരുന്നു. ക്ഷമാശീലത്തിൽ സന്തുഷ്ടനായ യമരാജാവ് നജികേതസിന്റെ ആവശ്യപ്രകാരം ജനന മരണ രഹസ്യം ഉപദേശിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്നതാണ് കഥ. അവതരണവേളയിൽ കഥകളിലെ വേറിട്ട പരീക്ഷണങ്ങൾക്ക് അരങ്ങ് വേദിയായി. നജികേതസിന്റെ ആത്മാവിനെ പുതിയ വേഷത്തിൽ അവതരിപ്പിച്ച് ആസ്വാദകർക്ക് നവ്യാനുഭവമായി. സംഗീതത്തിലും വേഷവിധാനത്തിലും വേറിട്ട പാതകൾ തേടിക്കൊണ്ടായിരുന്നു അവതരണം. രാധാമാധവനാണ് നജികേതസിന്റെ ആട്ടക്കഥ രചിച്ചത്. കലാമണ്ഡലം രാജൻ കഥകളി ചിട്ടപ്പെടുത്തി. ദീപ പാലനാടിന്റേതായിരുന്നു സംഗീതം. പീശപ്പള്ളി രാജീവനാണ് നജികേതസായത്. കലാമണ്ഡലം സാജൻ ബ്രാഹ്മണനായും കോട്ടക്കൽ കേശവൻ കുണ്ടലായ യമനായും അരങ്ങിലെത്തി. ഇന്ദുജ നമ്പീശനാണ് ആത്മാവായി വേഷമിട്ടത്. സദനം ശിവദാസനും സദനം ജ്യോതിഷ് ബാബുവും പിന്നണി പാടി. കലാമണ്ഡലം ബാലസുന്ദരൻ ചെണ്ടയിലും കലാമണ്ഡലം അനീഷ് മദ്ദളത്തിലും അകമ്പടി സേവിച്ചു. കലാനിലയം പത്മനാഭന്റേതായിരുന്നു ചുട്ടി. നവരസം ചെയർമാൻ എ ഡി മാധവൻ ഉദ്ഘാടനം ചെയ്തു. ചാവറ കൾച്ചർ സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് പൂഞ്ചായിൽ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ പി ആര്യാദേവി മുഖ്യാതിഥിയായിരുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി പ്രതിഷേധ കൂട്ടായ്മ നടത്തി. സിപിഐ സംസ്ഥാന നിർവാഹക സമിതി അംഗം ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അക്രമത്തിനെതിരെ അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി പ്രതിഷേധ കൂട്ടായ്മ നടത്തി. സിപിഐ സംസ്ഥാന നിർവാഹക സമിതി അംഗം ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരുന്ന നിലപാട്, നമ്മുടെ രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വലിയ കൂട്ടായ്മ ഇതുപോലുള്ള വിഷയങ്ങളിൽ പഠനാത്മകമായി അവരെ കമ്പോസ്ഫിയറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിയണം എന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഇതുപോലുള്ള ഒരു യോഗത്തിൽ വളരെ വികാരപരമായിട്ടുള്ള ഒരു കാര്യമാണത്. അത് വികാരപരമായിട്ട് മാത്രമല്ല, പ്രായോഗികമായിട്ട് തന്നെ ജനങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതുപോലെ പ്രതികരിക്കാൻ കഴിയുന്ന എല്ലാ ആളുകളുടെയും. പി രാധാകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. സിപിഐ ജില്ലാ സെക്രട്ടറി ഐ വി ശശാങ്കൻ, കെ ചന്ദ്രഹാസ ഷെട്ടി, എ കെ രമേശ്, അഹമ്മദ് കുട്ടി കുന്നത്ത്, കട്ടയാട്ട് വേണുഗോപാൽ, ഇ സി സതീശൻ എന്നിവർ പ്രസംഗിച്ചു. വാർത്തയിൽ ഒരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. വാർത്തകൾ തുടരുന്നു. +2 അനുവദിക്കാൻ കോഴ വാങ്ങിയെന്ന MESന്റെ ആരോപണം ശരിയല്ലെന്ന് കെ മുരളീധരൻ MLA. സതുദ്ദേശത്തോടു കൂടിയാണ് +2 വിഷയത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്നാൽ അതിൽ MESന്റെ പരാമർശം ദൗർഭാഗ്യകരമാണെന്നും വിഷയത്തിൽ സർക്കാർ മുന്നണിയും പുനഃപരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു.
പക്ഷെ അതിന്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു ആരോപണം വന്നതിന്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഗവൺമെന്റ് ഒരു സദുദ്ദേശം ചെയ്ത കാര്യം. കോഴിക്കോട് കോർപ്പറേഷൻ തെറ്റായ തീരുമാനങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. ശക്തമായി പെയ്ത മഴയിൽ നല്ലളത്ത് നിർമ്മാണത്തിലിരുന്ന വീട് നിലംപൊത്തി. കീഴ്വനപ്പാടം തറയിൽ ഖാലിദിന്റെ വീടാണ് മേൽക്കൂരയടക്കം തകർന്നു വീണത്. ഏതാണ്ട് 12 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കനത്ത് പെയ്ത മഴയിൽ നല്ലളത്ത് നിർമ്മാണത്തിലിരുന്ന ഇരുനില വീട് നിലംപൊത്തി. കുഴുവനപ്പാടം തറയിൽ ഖാലിദിന്റെ വീടാണ് മേൽക്കൂരയടക്കം തകർന്നു വീണത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയതിനാൽ മുകൾ നിലയിൽ കോൺക്രീറ്റ് പണിയിൽ ഏർപ്പെട്ടിരുന്ന 9 തൊഴിലാളികൾ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. തകർന്ന കോൺക്രീറ്റ് ബീമുകളും വാർപ്പും തൊട്ടടുത്ത കിഴുവനപ്പാടം കളരിക്കണ്ടി ജബ്ബാറിന്റെ വീടിന്റെ മുകളിലേക്കാണ് വീണത്. ഇവരുടെ വീട്, സൺഷെയ്ഡ്, പാരപ്പറ്റ്, ജനൽ ചില്ലുകൾ എന്നിവ പൊട്ടിനശിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. മഴയേറ്റ് ചൂമർപടവിലെ കല്ലിന് ബലക്ഷയമുണ്ടായതാണ് തകർച്ചയ്ക്ക് വഴിവെച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സെൻട്രൽ മാർക്കറ്റിൽ തൊഴിലാളിയായ ഖാലിദ് നിർമ്മാണം പെട്ടെന്ന് പൂർത്തീകരിച്ച് അടുത്ത മാസം ഗൃഹപ്രവേശം നടത്താനിരിക്കെയാണ് വീട് ഒന്നടങ്കം തകർന്നത്. ഇരുനിലകളുടെയും പണികൾ പൂർത്തിയായ വീടിന്റെ മുകൾ നിലയിലെ സ്റ്റെയർകേസ് റൂമിന്റെ കോൺക്രീറ്റിംഗ് ആയിരുന്നു നടന്നത്. പണിക്കിടെ താഴേക്ക് ഇറങ്ങിയ തൊഴിലാളികൾ ഭിത്തിയിൽ നേരിയ വിള്ളൽ കണ്ടു മറ്റുള്ളവരെ അറിയിക്കുകയായിരുന്നു. താങ്ങു നൽകി അപകടം ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും മഴ ശക്തമായപ്പോൾ നിലംപൊത്തുകയായിരുന്നു. ഏതാണ്ട് 12 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. കൌൺസിലർമാരായ സി ഷെറീന, സബിത കോടി, KCI ചെയർമാൻ MC മായൻ ഹാജി, വില്ലേജ് ഓഫീസർ ഗീത എന്നിവർ സ്ഥലത്തെത്തി. ഇനി റംസാൻ വിശേഷങ്ങളിലേക്ക്. റമസാൻ ഓണം റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡിവൈഎഫ്ഐ തോപ്പയിൽ ആവിൽ ബീച്ച് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ 1000 കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ T സുജൻ അധ്യക്ഷനായിരുന്നു. NC അഹമ്മദ്, NP നിസാർ, NA അസീസ്, NP റഷീദ് എന്നിവർ പ്രസംഗിച്ചു. മാറാട് വാട്ടർ ടാങ്ക് ശാഖ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ റിലീഫ് കിറ്റ് വിതരണം KP മുഹമ്മദ് അലി ഹാജി സാഹിബ് കൊളത്തറ ഉദ്ഘാടനം ചെയ്തു. 600-ൽ പരം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്തു. കമ്മിറ്റി പ്രസിഡന്റ് V അബൂബക്കർ കോയ അധ്യക്ഷം വഹിച്ചു. കമ്മിറ്റി സെക്രട്ടറി PP മുഹമ്മദ് കോയ, VK മുഹമ്മദ് കോയ, K ഇസ്മായിൽ, MP ഷാജു എന്നിവർ പ്രസംഗിച്ചു. ബേപ്പൂർ പൂനാർ വളപ്പ് മേഖല ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് വിതരണം ചെയ്തു. കൌൺസിലർ KK സൈഫുന്നീസ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ മുദാക്കിര ജമാഅത്ത് പള്ളി ഖത്തീബ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. V സലാം, M ബഷീർ, M ലത്തീഫ്, K അസീസ്, P മുസ്തഫ, ബഷീർ എന്നിവർ നേതൃത്വം നൽകി. കൊയിലാണ്ടി നെസ്റ്റ് പാലിയേറ്റീവ് കെയർ സെന്ററിലെ നിർധനരായ രോഗികൾക്കായി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് കെയർ സെന്ററിലെ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. അറിയിപ്പുകൾ. കോഴിക്കോട് ആസ്ഥാനമായി ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഓൺലൈൻ വീഡിയോ ന്യൂസ് പോർട്ടലിലേക്ക് വാർത്താ അവതാരകരെ ആവശ്യമുണ്ട്. മുൻപരിചയം ആവശ്യമില്ല. താൽപര്യമുള്ളവർ 8606003333 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആവേശത്തുഴയെറിഞ്ഞ് 21ാമത് മലബാർ ഇന്റർനാഷണൽ റിവർ ഫെസ്റ്റിവലിന് ഉജ്ജ്വല തുടക്കം. തുഷാരഗിരി ആസ്ഥാനമായി കയാക്കിംഗ് സെന്റർ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. +2 അനുവദിക്കാൻ കോഴ ആവശ്യപ്പെട്ടെന്ന MESന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് K മുരളീധരൻ MLA. ബലിതീരങ്ങളിൽ ആത്മശാന്തിയുടെ നിമന്ത്രണം. കർക്കിടവാവ് ബലിതർപ്പണത്തിന് ആയിരങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.